ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. സുവിശേഷങ്ങളിൽ ആദ്യ പുസ്തകമായിരിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ യോഹന്നാൻ മാനസാന്തര സ്നാനം ജോർദാനിൽ ചെയ്യുന്ന ഭാഗമാണ് ഈ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ മാനസാന്തര സ്നാനത്തിൽ യേശു കർത്താവും ഗലീലയിൽ നിന്ന് വന്ന് യേശുവിൻ്റെ സ്നാനം അവിടെ യോഹന്നാന്റെ കൈക്കീഴിൽ നടക്കുന്ന ഭാഗം കൂടെ നമുക്കിവിടെ ശ്രദ്ധ ഉള്ള ഒരു ഭാഗമാണ്. ഇവിടെ യോഹന്നാൻ മരുഭൂമിയിൽ കൂടിയ അല്ലെങ്കിൽ ജോർദാന്റെ തീരത്ത് കൂടിയ ജനത്തോട് പ്രസംഗിച്ച ആ പ്രഭാഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലത്തോടു കൂടെയാണ് നമ്മൾ അറിയുന്നത്. ഫലം നന്നായിരുന്നാൽ വൃക്ഷം നന്നായിരിക്കും. ഫലം നന്നായിരുന്നാൽ കുറച്ചുകൂടെ കെയറിങ് ആ വൃക്ഷത്തിന് കിട്ടും. ഇവിടെ ഈ മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കട്ടെ എന്നാണ് നമ്മെ കാണിക്കുന്നത്. ഇവിടുത്തെ വൃക്ഷം നാം ഓരോരുത്തരുമാണ്. നമ്മിൽ ഒരു ഫലം പുറപ്പെടുവിക്കണം, നമ്മിൽ ഒരു ഫലം ഉണ്ടാകണം. ആ ഫലത്തിൻ്റെ പേരാണ് മാനസാന്തരത്തിൻ്റെ ഫലം. മാനസാന്തരപ്പെടുക, മനസ്സിന് മാറ്റമുണ്ടാകുക, രൂപാന്തരപ്പെടുക. വെള്ളമടിക്കുന്നവനും പുകവലിക്കുന്നവനും മറ്റു പല പാപപ്രവൃത്തികൾ ചെയ്യുന്നവൻ തൻ്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, മനുഷ്യരോട് ഏറ്റുപറഞ്ഞ്, ഇനി ആ പാപത്തിലേക്ക് തിരിയാതെ, ഇനി ആ സ്വഭാവത്തിലേക്ക് മടങ്ങിപ്പോകാതെ ഒരു പുതിയ ജീവിതം ഉണ്ടാകുക, പുതിയ ജീവിതം നയിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് യേശു കർത്താവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരത്തിനൊത്തവണ്ണമുള്ള ഫലം പുറപ്പെടുവിക്കണം. ഒരു ദൈവ പൈതലായിരിക്കുന്ന ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തരാണ്. പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് പ്രവാചകൻ ശപിക്കുവാൻ വേണ്ടി വാ തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന ശബ്ദം, ആ തരംഗം, ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനമെന്ന്, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല എന്നാണ് ചേർത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ദൈവ പൈതലിന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? ഒരു ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ, അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ, ആ ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകണം? നമ്മളിൽ നിന്ന് ഉരുവാകുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന ആ സ്വഭാവം, ആ പ്രവൃത്തി, ആ ഫലം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വേദപുസ്തകത്തിൽ നമ്മെ ഉടനീളം ശക്തവും വ്യക്തവുമായി പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ ദയ നിമിത്തമാണ് നമ്മിൽ മാനസാന്തരത്തിൻ്റെ ഫലം ഉണ്ടാകുന്നത്. ആ വാക്യം ഇങ്ങനെയാണ്: അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നീ നിരസിക്കുന്നുവോ? എന്താണ് നിരസിക്കുന്നത്? ദൈവത്തിൻ്റെ ദയയെ നിരസിക്കുന്നുവോ? ദൈവത്തിന് നമ്മോട് ദയയുണ്ട്, നമ്മുടെ മക്കളോട് ദയയുണ്ട്, നമ്മുടെ കുടുംബത്തോട് ദയയുണ്ട്, നമ്മുടെ ജീവിതത്തോട് ദൈവത്തിന് ദയയുണ്ട്. ഇവിടെ പൗലോസ് റോമിലുള്ള സഭാവിശ്വാസികളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. അപ്പോൾ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത്, മാനസാന്തരത്തിന് ഗുണകരമായ, മാനസാന്തരത്തിന് തുല്യമായ ഫലം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. അതിന് ദൈവത്തിൻ്റെ ദയ വേണമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ദയ നമ്മളിൽ ഉണ്ടാകുമ്പോൾ, ദൈവത്തിൻ്റെ ദയ നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ
അവിടെ എന്തൊക്കെ ഉണ്ടാകുന്നു. റോമാലേഖനം നിങ്ങളെടുത്ത് നോക്കിക്കേ, അവിടെ ഉണ്ടാകുന്ന സ്വഭാവങ്ങൾ നോക്കിക്കേ. ഒന്ന് ദയ, രണ്ട് ക്ഷമ, മറ്റൊന്ന് ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം. നോക്കണേ, അപ്പം ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവവൈതലായാൽ, ഒരു മനുഷ്യൻ മനസ്സിന് മാറ്റം വരുത്തി അവൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോടൊപ്പം ജീവിച്ചാൽ, ക്രിസ്തുവിൽ അവൻ വസിച്ചാൽ, ക്രിസ്തു അവനിൽ വസിച്ചാൽ, അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദയയാൽ, ദൈവത്തിൻ്റെ ആ സ്നേഹത്താൽ, ആ കരുണയാൽ, ആ കരുതലിനാൽ, നോക്കണേ, നമ്മളിൽ മാനസാന്തരം ഉണ്ടാകുന്നു. മാനസാന്തരം ഉണ്ടാകുമ്പോൾ നാം അറിയാതെ മാനസാന്തരത്തിലൂടെ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മളിൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇവിടെ റോമാലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തുന്നത്. ആ ഫലങ്ങളാണ് ദയ ഉണ്ടാകും. മറ്റുള്ളവരോട് ദയ ഉണ്ടാകുക, സഹജീവികളോട് ദയ ഉണ്ടാകുക, കൂട്ടുകാരോട് ദയ ഉണ്ടാകുക, ഭാര്യയോട് ദയ ഉണ്ടാകുക, ഭർത്താവിനോട് ദയ ഉണ്ടാകുക, മാതാപിതാക്കളോടും മാതാപിതാക്കൾ മക്കളോടും ദയ ഉണ്ടാകുക. ദയയില്ലാത്ത ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? മറ്റുള്ളവരോടൊരു ദയയും കാണിക്കാതെ ക്രൂരതയോടെ പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? ജനിപ്പിച്ച കുഞ്ഞുങ്ങളെ ചാട്ടക്കടിക്കുന്നതും കൈ കിട്ടുന്ന കമ്പും കല്ലും ഒക്കെ എടുത്തിട്ട് ഉപദ്രവിക്കുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടിട്ടില്ലേ? അപ്പനെയും അമ്മയും വിട്ട് സ്നേഹിച്ചു കൂടിറങ്ങി വന്ന സ്വന്തം ഭാര്യയെ തലയ്ക്ക് പിടിച്ച് അടിക്കുന്നതും മുടിക്കുത്തിന് പിടിച്ച് പൊക്കി ആ വയറിന് ചവിട്ടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്തിനേറെ പറയുന്നു, ജനിപ്പിച്ച മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന ഒരു സമൂഹം. ജീവിതത്തിൽ സമാധാനത്തിനു വേണ്ടി, സ്വസ്ഥതയ്ക്കു വേണ്ടി മനുഷ്യർ നെട്ടോട്ടം ഓടുമ്പോൾ അതിനകത്ത് ദയ നഷ്ടപ്പെട്ടിട്ട് കാര്യം സാധിക്കാൻ വേണ്ടി, എൻ്റെ കാര്യം നന്നായി പോകണം, എൻ്റെ മക്കളുടെ കാര്യം നന്നായി പോകണം, എനിക്ക് എങ്ങനെയായാലും 10 പൈസ കിട്ടണം, അതിനെ ആരെ കൊന്നായാലും, ആരുടെ നന്മ നഷ്ടപ്പെട്ടായാലും, ആരുടെ ഭാവി അടഞ്ഞാലും, ആരുടെ കുടുംബജീവിതം തകർന്നാലും വേണ്ടില്ല, എനിക്ക് നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റും, എന്തിനാ, നമ്മുടെ ആത്മീയ ഗോളത്തിൽ പോലും ഇല്ലേ? മറ്റുള്ളവരോട് ദയ കാണിക്കാൻ പറ്റാതെ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാതെ, കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരോട് പോലും ദയ കാണിക്കാൻ, സ്നേഹിക്കാൻ കഴിയാതെ അതിനകത്തും കൈയിട്ട് വാരുന്ന അനേകരെ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മാനസാന്തരം ഉണ്ടാകാത്തത് കൊണ്ടാണ്. എന്നാൽ ഒരുവനിൽ ക്രിസ്തുവിന്റെ മാനസാന്തരം വന്നാൽ, ദൈവത്തിന്റെ ദയയാൽ മാനസാന്തരം വന്നാൽ അതെങ്ങനെ തിരിച്ചറിയാം? ഇപ്പൊ എനിക്ക് മാനസാന്തരം വന്നാൽ അത് ദൈവത്തിന്റെ ദയയാലാണ്. ദൈവത്തിന്റെ ദയ എന്നിൽ വന്നിട്ട് എനിക്ക് മാനസാന്തരം വന്നു കഴിയുമ്പോൾ അത് മറ്റുള്ളവർ, അല്ലെങ്കിൽ ഈ കേൾക്കുന്ന നിങ്ങൾക്ക് എന്നിലൊരു മാനസാന്തരം വന്നു എന്ന് അറിയണമെങ്കിൽ ഈ വക കാര്യങ്ങൾ നമ്മളിൽ എന്ത് ചെയ്യണം? പ്രതിബിംബിക്കണം. ആ വക കാര്യങ്ങളിൽ ഒന്നാണ് ദയ ഉണ്ടാകുക. എല്ലാവരോടും ദയ കാണിക്കുക, പിടിച്ചു പറിക്കാതെ, ആരുടെയും മോഷ്ടിക്കാതെ, ആരെയും കരയിപ്പിക്കാതെ, ആരെയും വഞ്ചിക്കാതെ, ആരെയും നിരുത്സാഹപ്പെടുത്താതെ ജീവിക്കുന്ന ജീവിത മാർഗങ്ങൾ. ഇന്ന് രാവിലെ ലോകമെമ്പാടും കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ദയ കാണിച്ചൊരു മാനസാന്തരം വന്നിട്ടുണ്ടെങ്കിൽ മാനസാന്തരത്തിനൊത്ത ഫലം നിങ്ങളിൽ പുറപ്പെടുകയും നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുകയും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടുകയും, ഒരാൾ വേദനിക്കുമ്പോൾ, ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ, ഒരാൾ തകർന്നു കിടക്കുമ്പോൾ, ഒരാൾ എങ്ങനെയും ഒന്ന് എഴുന്നേറ്റ് വരാനായിട്ട് നോക്കുമ്പോൾ താഴെ വീഴുക, പിന്നെ എഴുന്നേറ്റ് വരാൻ നോക്കുമ്പോൾ താഴെ വീഴുക, അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ആ കൈക്കൊന്ന് പിടിക്കാൻ, ആ മാറോടൊന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ദയയാൽ മാനസാന്തരം നമ്മുടെ ഉള്ളിൽ വന്നെങ്കിലേ കഴിയും. നോക്കുക, ഒരു മനുഷ്യന് എരിഹോവിൽ കൂടെ ആമ യാത്ര ചെയ്യുമ്പോൾ കണ്ട ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു മനുഷ്യൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയരികെ കിടക്കുമ്പോൾ അതിലെ 2 പേര് കടന്നുപോയി. ഒരു പള്ളിപ്രമാണിയും ഒരു പുരോഹിതനൊക്കെ അതിലെ കടന്നുപോയി. പക്ഷെ അവരാരും ആ മനുഷ്യനെ കണ്ടിട്ട് ഒരു മൈൻഡും കാണിച്ചില്ല. എന്നാൽ ഒരു നല്ല ശമരിയക്കാരൻ അതിലെ വന്നു. അദ്ദേഹം വന്നിട്ട് തൻ്റെ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ ആ മൃഗത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് താൻ കുറേ എണ്ണ എടുത്ത് ആ മുറിവെല്ലാം ആ മനുഷ്യൻ്റെ കെട്ടി
ആ മനുഷ്യനെ ആ മൃഗവാഹനത്തിൽ കിടത്തി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് വഴിയമ്പലത്തിലെ ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, ഇവനെ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് ചെയ്യണം. ഈ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് പറഞ്ഞു, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോൾ എന്ത് ചെയ്യുക, തരാം. അതാണ് ദയ. ഒരു സഹോദരൻ വീണ് കിടക്കുന്നു എന്ന് കാണുമ്പോൾ കാലുകൊണ്ട് ചവിട്ടിയിട്ട് പോകുന്നതല്ല ദൈവത്തിന്റെ ദയ. ഒരു മനുഷ്യൻ തകർന്നു കിടക്കുമ്പോൾ അവനെ വീണ്ടും തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതല്ല ദൈവത്തിന്റെ ദയ. ആ മനുഷ്യനെ കോരിയെടുക്കുവാനും ആ മനുഷ്യനെ ചേർത്ത് വയ്ക്കാനും നമ്മളാൽ ആവോളം ആ മനുഷ്യനെ കെയർ ചെയ്യാനും കാണിക്കുന്ന ആ മനോഭാവത്തെയാണ് ദൈവത്തിന്റെ ദയ നമ്മളിൽ ഉണ്ട് എന്ന് കാണിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ദയയാലാണ് ആത്മാവിന്റെ ഫലമായ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇത് ഉണ്ടാകുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റങ്ങളാണ് സഹജീവികളോട്, കുടുംബത്തോട് നമുക്ക് എന്തുണ്ടാകും, ദയയുണ്ടാകും. മറ്റൊന്ന് ക്ഷമ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നു, മറ്റുള്ളവരോട് പൊറുക്കുവാൻ കഴിയുന്നു. നമ്മെ എത്ര ദ്രോഹിച്ചാലും, നമ്മളെ എത്ര കരയിപ്പിച്ചാലും, നമ്മളെ എത്ര കുറ്റപ്പെടുത്തിയാലും, നമ്മളെ ഫോഷനായും ദോഷിയായും ഒക്കെ നമ്മളെ എണ്ണിയാലും, നമ്മളെ മുറിവേൽപ്പിച്ചാലും അവരോട് ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മാനസാന്തരത്തിൽ കൂടെയാണ്. ദൈവത്തിന്റെ ദയയാൽ ഉണ്ടാകുന്ന മാനസാന്തരത്താൽ നമുക്ക് ഈ വക കാര്യങ്ങളിൽ കൂടെ ജീവിക്കുവാൻ കഴിയും. മാനസാന്തരമില്ലാത്ത ഒരു വ്യക്തിക്ക് ക്ഷമിക്കുവാൻ കഴിയില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, പള്ളിയിൽ വരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ഏതെങ്കിലും നല്ല പ്രാർത്ഥന കൂട്ടായ്മയിൽ പോകുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാ, ഒരു ഞായറാഴ്ച പോലും മുടങ്ങത്തില്ല. മറ്റു ഉപവാസ പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ വരും, അല്ലെങ്കിൽ സജീവമായി പങ്കെടുക്കും. പക്ഷേ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, ഭാര്യയോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, മക്കളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, കൂടിരുന്ന് പ്രാർത്ഥിക്കുന്നവരോട് ക്ഷമിക്കുവാൻ പറ്റുന്നില്ല, വിട്ടുകളയാൻ, ഉപേക്ഷിക്കുവാൻ പറ്റുന്നില്ല. ഇത് മനസ്സിനകത്ത് കൊണ്ടുവച്ച് പറഞ്ഞ വാക്കുകൾ, ചെയ്ത പ്രവർത്തികൾ വർഷങ്ങളായി ഇതൊരു മുറിവായി, അതൊരു പുണ്ണായി, അതൊരു ക്യാൻസറായി അകത്തിരുന്നിങ്ങനെ പഴുത്തു 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 വ്രണപ്പെടുത്തി നാറ്റം വമിച്ച് നടക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ക്ഷമിക്കുവാൻ പറ്റാത്തത്? കർത്താവ് എന്താ കാണിച്ച മാതൃക? ക്രൂശിൽ കിടക്കുമ്പോൾ ഇവനെ ക്രൂശിക്കാന്ന് പറഞ്ഞവരോടും, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും വീഴട്ടെ എന്ന് പറഞ്ഞപ്പോഴും, ബർബാസിനെ വിട്ടുതരിക, ഇവനെ ക്രൂശിക്കാന്ന് പറഞ്ഞപ്പോഴും, ലോകാപവാദം യേശുവിനെ പറ്റി പറഞ്ഞപ്പോഴും, അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചപ്പോഴും, അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോഴും, രോമം പിച്ചിപ്പറിച്ചപ്പോഴും, കോലുകൊണ്ടടിച്ചപ്പോഴും, നോക്കുക, ചാട്ട കൊണ്ട് അവനെ അടിച്ച് കണ്ടമുഴുതു മറിക്കുന്നത് പോലെ, കലപ്പയ്ക്ക് വെച്ച് മണ്ണിളക്കിയിടുന്നത് പോലെ ശരീരം ഇളക്കിയിട്ടപ്പോഴും, അവനെ എടുത്തുകൊണ്ട് ക്രൂശിക്കൊണ്ട് കിടത്തിയിട്ട് 2 കൈയും നീട്ടിവെച്ച് ആണിയടിച്ച്, കാല് നീട്ടിവെച്ച് ആണിയടിച്ച് ക്രൂശ് ആ കുഴിയിലേക്ക് എടുത്തിട്ടപ്പോഴും, ഇതെല്ലാം സഹിച്ച് പഴയ നിയമത്തിൽ പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞതുപോലെ കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ ഒരു അറവുശാലയിൽ മാംസം തൂക്കിയിട്ടിരിക്കുന്നത് പോലെ എൻ്റെ കർത്താവിനെ കാൽവറി ക്രൂശിൽ തൂക്കിയിട്ടിരിക്കുമ്പോൾ ഇറുന്നിറങ്ങിയ ശരീരത്തിലെ വേദനകൾ അതികഠിനമായി താൻ കടിച്ചു പിടിച്ചുകൊണ്ട് കാൽവറിയിൽ കിടന്നുകൊണ്ട് യേശു എന്താ പറഞ്ഞേ? എന്നെ ദ്രോഹിച്ചവരും, എന്നെ അടിച്ചവരും, എന്നെ തുപ്പിയവരും, എന്നെ കണ്ട് തല കുലുക്കിയവരും, എന്നെ കണ്ട് പരിഹസിച്ചവരും, ക്രൂശിക്ക എന്ന് അട്ടഹസിച്ചവരും ചത്തുപോകട്ടെ, ചാമ്പലാകട്ടെ, അവന്റെ കുടുംബമായിട്ടല്ല അവന്റെ സന്തതി പോലും നശിക്കാതെ പോകട്ടെ, നശിക്കട്ടെ എന്നാണോ പറഞ്ഞേ? അല്ല. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ. കണ്ടോ, ക്രൂശിൽ ഇത്രയും കഷ്ടം സഹിച്ച ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകയാൽ. അപ്പൊ ഇന്ന് രാവിലെ ഒരു കാര്യം മനസ്സിലാക്കണം: നിന്നെ ആരെങ്കിലും ദ്രോഹിക്കുന്നെങ്കിൽ, നിന്നെ ആരെങ്കിലും കരയിപ്പിക്കുന്നെങ്കിൽ, നിന്നെ ആരെങ്കിലും വേദനിപ്പിക്കുന്നെങ്കിൽ, നിന്റെ ഉറക്കത്തെ ആരെങ്കിലും കെടുത്തുന്നെങ്കിൽ, നിനക്ക് സ്വസ്ഥത തരാതെ നിന്നെ പിൻപറ്റി നിന്നെ ദ്രോഹിക്കുന്ന ആരെങ്കിലും നിനക്കുണ്ടെങ്കിൽ, അവനെതിരെ
ആകാശകോടാലി വീഴണമേ എന്ന് പ്രാർത്ഥിക്കരുത്, ഇടിത്തി വീഴണമേ എന്ന് പ്രാർത്ഥിക്കരുത്. ശത്രുവിനെ സ്നേഹിക്കണമെന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. ആ സ്നേഹം നമ്മളിൽ പ്രതിബിംബിച്ചിട്ട് അവനോട് ക്രിസ്തു ക്രൂശിൽ സ്നേഹിച്ചതുപോലെ, ക്ഷമിച്ചതുപോലെ നാമും ക്രിസ്തുവിൽ അവനോട് ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകുന്നതാണ് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ദയയാലുള്ള മാനസാന്തരം നമ്മളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ആത്മാവിൽ പറയാം, ക്ഷമിക്കാൻ കഴിയത്തില്ലേ? ഒരുപക്ഷെ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു തിക്താനുഭവമായിരിക്കും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചെയ്തു വെച്ച് നോക്കുമ്പോൾ, നിങ്ങളുടെ വീടിനോട് ചെയ്തു വെച്ച് നോക്കുമ്പോൾ, നിങ്ങളുടെ വസ്തുവിനോട് ചെയ്തു വെച്ചത് നോക്കുമ്പോൾ, നിങ്ങളുടെ ഭാവിയോട്, നിങ്ങളുടെ നന്മയോട്, പണത്തോട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാനും ക്ഷമിക്കാനും പറ്റാത്ത ക്രൂരമായ കാര്യമായിരിക്കും നിനക്ക് വേണ്ടി ആ ഓപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തി ചെയ്തിട്ടുള്ളത്. എന്നാൽ നാം ഒരു ദൈവ പൈതലാണെന്നും മാനസാന്തരത്തിനൊത്തവണ്ണം ഫലം പുറപ്പെടുവിക്കേണ്ടവരാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് യേശു ക്രൂശിൽ തൻ്റെ ശത്രുക്കളെ സ്നേഹിച്ച് ക്ഷമിച്ചതുപോലെ നമ്മുടെ ശത്രുക്കളോട് ക്ഷമിച്ച് അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അറിയുന്നില്ലെന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 വട്ടം പത്രോസ് തള്ളിപ്പറഞ്ഞു. പത്രോസ് ആരാണ്? യേശുവിൻ്റെ കൂടെ നടന്നവൻ. ആ ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വരെ കയറി ചെന്നവനാണ്, കൂടെ നിർത്തിയവനാണ്. യേശുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയുടെ 3.5 വർഷം പഠിക്കുമ്പോൾ പത്രോസിന് ഒത്തിരി പ്രാധാന്യതയുണ്ട്. യേശുവിൻ്റെ ഒത്തിരി ക്ലോസ് ആയ ഒരു റിലേഷൻ ആയിരുന്നു പത്രോസുമായിട്ടുള്ളത്. പത്രോസ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളത് അനുവദിക്കത്തില്ല. അങ്ങനെ കട്ടയ്ക്ക് നിന്ന ഒരു മനുഷ്യനാണ് പത്രോസ്. പക്ഷെ കർത്താവിനെ അകത്ത് വിധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോഴി കൂന്നതിന് മുമ്പ് അറിയുന്നില്ല ഹേയ് അവൻ ആരാണ് എന്ന് ചോദിച്ച് തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ്. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് ആ ഒരു ഭാഗത്ത് എന്നെ ഈറനണിയിപ്പിച്ചതും എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ കൂടുതൽ എനിക്ക് അറിയാനും സ്നേഹിക്കാനും എൻ്റെ കർത്താവുമായിട്ട് ചേർന്നിരിക്കാനും പറ്റിയ ഒരു ചിന്ത അവിടെ കിടപ്പുണ്ട്. അറിയുന്നില്ലെന്ന് 3 പ്രാവശ്യം തള്ളിപ്പറയുക മാത്രമല്ല, ഈ മാർഗം വിട്ടുകളഞ്ഞവൻ പഴയ പടകും വലയും എടുത്തുകൊണ്ട് പഴയ ജോലിക്ക് വേണ്ടി അവൻ തിരിഞ്ഞു പിന്മാറിപ്പോയി. പക്ഷെ ഉയർത്തെഴുന്നേറ്റ യേശു പത്രോസിന്റെ അടുക്കൽ ചെന്നു. പത്രോസ് അടുക്കൽ ചെന്നു എന്നല്ല, പത്രോസിന്റെ അടുക്കൽ യേശു ചെന്നു. എന്നിട്ട് യേശു ചോദിക്കുകയാണ്, കുഞ്ഞെ, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കണ്ടോ യേശുവിൻ്റെ ആ കരുതൽ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളോടാണ് പത്രോസ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ, ഇല്ല പോട്ടെ, നിങ്ങളെ ഞാൻ വെറുതെ വിടാം. എന്നോടാണ് പത്രോസ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ, ഞാൻ കൊണ്ടു നടന്ന് തീറ്റി കൊടുത്ത് അനുഗ്രഹിച്ച് വളർത്തി ഒരു സ്റ്റെപ്പ് വരെ ആക്കി വെച്ചിട്ട് അവസാനം 2 പണിയൊക്കെ തന്ന് എന്നെ വിട്ടു പോകുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് കുഞ്ഞേന്ന് വിളിച്ചവനെ മടക്കിക്കൊണ്ട് വരുമോ? ഇച്ചിരി പാടാ. പക്ഷെ യേശുവിനെ നിങ്ങൾ നോക്കൂ, അറിയുന്നില്ലെന്ന് പറഞ്ഞ് പിന്മാറിപ്പോയിട്ടും, യേശുവിനെ വിട്ടുപോയിട്ടും, പഴയ പടകും വലയും എടുത്തു പോയിട്ടും, മനുഷ്യനെ പിടിക്കേണ്ടവനെ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാമെന്ന് പറഞ്ഞ് ചേർത്ത് വെച്ച കർത്താവിനെ വിട്ടുപോയ പത്രോസ്. പക്ഷെ യേശു പത്രോസിനോട് ക്ഷമിച്ചു, തള്ളിപ്പറഞ്ഞത് ക്ഷമിച്ചു. നമ്മളോടങ്ങാണ് ആരെങ്കിലും നമ്മളെ തള്ളിപ്പറഞ്ഞാൽ പിന്നെ നമ്മൾ മരിക്കുന്നിടം വരെ ആ വ്യക്തിയോട് നമ്മൾ മിണ്ടത്തില്ല. നമ്മളെ ആരെങ്കിലും തള്ളിപ്പറഞ്ഞാൽ, വീട്ടിലോ പള്ളിയിലോ നാട്ടിലോ എവിടെയെങ്കിലും ജോലി സ്ഥലത്തോ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ആകാശം ഇടിഞ്ഞു വീണാൽ പോലും നമ്മൾ അവർക്ക് കൈ കൊടുക്കത്തില്ല. ദൈവം അവരോട് ക്ഷമിച്ചാലും നമ്മൾ അവരോട് എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കത്തില്ല. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. ദൈവം അവരോട് ക്ഷമിച്ചാലും നമ്മൾ അവരോട് എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കത്തില്ല. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ പറയാം, യേശു ക്രൂശിൽ ശത്രുവിനെ സ്നേഹിച്ച് അവനോട് ക്ഷമ കാണിച്ചത്, ദീർഘശാന്തി ഉണ്ടായത്, ഐശ്വര്യത്തോടെ ക്രൂശിൽ കിടന്നത് പൗലോസ് തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണ്, എന്നിവയുടെ ഐശ്വര്യം നിരസിക്കാതെ ക്രിസ്തുവിൻ്റെ മാനസാന്തരത്തിന് ഒത്തവണ്ണം നിങ്ങൾ ആയിത്തീരണം. ഒത്തവണ്ണം നിങ്ങൾ ആരായണം? ആയിത്തീരണം.
അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു ദൂത് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മാനസാന്തരത്തിനൊത്തവണ്ണമുള്ള ഫലം നമ്മളിൽ കായ്ക്കേണ്ടതിന് അത് ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ കൃപയാണ് അത് നമ്മളിലേക്ക് വരിക എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരോട്, നമ്മുടെ സഹജീവികളോട്, നമ്മുടെ ആത്മമിത്രങ്ങളോട്, നമ്മുടെ കൂട്ടുവിശ്വാസികളോട് നമുക്ക് ദയ കാണിക്കാൻ, നമ്മൾ പലതും നമ്മളെ മുറിപ്പെടുത്തിയതാണെങ്കിലും നമ്മളെ ഉറക്കത്തെ കെടുത്തിയതാണെങ്കിലും ഒരുപക്ഷെ അത്താഴം പോലും മുടങ്ങി തിരിഞ്ഞും മറിഞ്ഞും കട്ടിലിൽ കിടന്ന് ഉറക്കം വരാതെ നീ എഴുന്നേറ്റ് കുത്തിയിരുന്ന് കരഞ്ഞ വിഷയമാണെങ്കിലും, അങ്ങനെ നിന്നെ ദ്രോഹിച്ചവരാണെങ്കിലും അവരോട് ക്ഷമിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ നിനക്കൊരു ദീർഘശാന്തി ഉണ്ടാകും, നിനക്ക് ഐശ്വര്യം ഉണ്ടാകും. രണ്ട് കാര്യങ്ങൾ, ദീർഘശാന്തി ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്ന്, മറ്റുള്ളവരുടെ ദയ കാണിക്കണം. ദയ കാണിക്കുക, അതൊരു വിശ്വാസിയുടെ, ഒരു ക്രിസ്തു ഭക്തന്റെ ആമേൻ ഐഡന്റിറ്റിയാണ് ദയ കാണിക്കുക. രണ്ട്, ക്ഷമിക്കണം. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, നമ്മൾ വിട്ടുകളഞ്ഞേക്കണം. അതിന് മാതൃകയാക്കേണ്ടത് മറ്റാരെയല്ല, യേശുവിനെ നിങ്ങൾ മാതൃകയാക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ, റോമാലേഖനത്തിൽ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ അറിയാതെ അത് സംഭവിക്കുമ്പോൾ, രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വരികയാണ്. ഒന്ന്, ദീർഘശാന്തി ഉണ്ടാകുന്നു. രണ്ട്, ഐശ്വര്യം ഉണ്ടാകുന്നു. അപ്പൊ ദീർഘശാന്തിയും ഐശ്വര്യവും ഉണ്ടാകണമെങ്കിൽ നാം ആത്മാവിന്റെ ഫലം എന്ത് ചെയ്യണം? അനുഭവിക്കണം. ആത്മാവിന്റെ ഫലം, മാനസാന്തരത്തിന്റെ ഫലം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൽ 22-23 വാക്യങ്ങളിൽ മാനസാന്തരത്തിന്റെ യഥാർത്ഥ ഫലങ്ങൾ, ഒരുവൻ മാനസാന്തരപ്പെട്ടെങ്കിൽ അവനിൽ തെളിഞ്ഞു വരേണ്ട യഥാർത്ഥ ഫലങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. റോമാലേഖനത്തിൽ നമ്മൾ കണ്ടു, ദൈവത്തിന്റെ ദയയാലാണ് നമുക്ക് മാനസാന്തരത്തിന്റെ ഫലം ഉണ്ടാകുന്നത്. ആ ദൈവത്തിന്റെ ദയയാലുള്ള മാനസാന്തരം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ദയ കാണിക്കുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ദൈവം ഇടയാക്കുന്നു എന്നും. എന്നാൽ ഇവിടെ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. മാനസാന്തരത്തിന്റെ ഫലം, ആത്മാവിന്റെ ഫലം എന്തൊക്കെയാണ്? ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, സ്നേഹം ഉണ്ടാകും. സ്നേഹം ഉണ്ടാകും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? കൂട്ടുകാരനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ വീട്ടിലുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? സന്തോഷമുണ്ടോ? സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? സമാധാനമുണ്ടോ നിങ്ങൾക്ക്? സമാധാനം. ദീർഘക്ഷമ നമ്മൾ ചിന്തിച്ച വിഷയമാണ്. ദയ നമ്മൾ ചിന്തിച്ച വിഷയമാണ്. പരോപകാരം, മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യാൻ. വിശ്വസ്തത, ഏൽപ്പിച്ച സ്ഥാനത്ത്, ജോലിയിലാണെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ഭാര്യഭർതൃബന്ധത്തിലാണെങ്കിലും വിശ്വസ്തത പുലർത്താൻ കഴിയുന്നുണ്ടോ? സൗമ്യതയോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ദ്രജയം, നമുക്ക് പലതിനെ ജയിക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ വക കാര്യങ്ങളിൽ നമ്മളിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം ക്രിസ്തുവിന്റെ ദയാലുള്ള മാനസാന്തരം നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. യോഹന്നാൻ സ്നാപകൻ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ, സ്നാനത്തിന് മുമ്പൂടെയായുള്ള പ്രസംഗത്തിൽ ഈ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവരോട് പറയുന്നുണ്ട്. അവരോട് പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നുണ്ട്. ഒന്ന്, അബ്രഹാം എനിക്ക് പിതാവാണെന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കരുത്. എന്ന് പറഞ്ഞാൽ പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നടക്കരുത്. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ് പറയുന്നത് കേട്ടിട്ടില്ലേ? ചില വീട്ടുപേരൊക്കെ പറഞ്ഞിട്ട് ഇന്ന കുടുംബത്തിൽപ്പെട്ടവരാ ഞങ്ങൾ,
ചില ആളുകളുടെ പേരൊക്കെ പറഞ്ഞു, ഇന്ന ആടെ ഫാമിലിയിൽപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ? ഞാനതൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. ഇവിടെ യോഹന്നാൻ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം നിങ്ങൾ വായിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുക, അബ്രഹാമിന്റെ സന്തതിയാണെന്ന് പറഞ്ഞ് എളിഞ്ഞ് എന്ത് ചെയ്യണ്ട, നടക്കണ്ട, നിങ്ങൾ മാനസാന്തരപ്പെട്ടേ പറ്റൂ. ഒരു കൂട്ടം ജനത്തെ നോക്കി യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കരുത്. നിങ്ങൾ മാനസാന്തരപ്പെടണം, പാപങ്ങൾ ഏറ്റുപറയണം, യേശുവിനെ രക്ഷിതാവായിട്ട് നിങ്ങൾ സ്വീകരിക്കണം, കർത്താവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ വരണം. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഞങ്ങളുടെ പിതാക്കന്മാരാണ്, അവരുടെ ദൈവത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞതല്ല, ലൂക്കോസ് വിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം നിങ്ങൾ വായിക്കുക, അവിടെ എഴുതിയിട്ടുണ്ട്. ഒത്തിരി വ്യാഖ്യാനിക്കാൻ എനിക്ക് പറ്റത്തില്ല, സമയമില്ലാത്തതുകൊണ്ട്. എന്നാൽ ഇവിടെ വായിക്കുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ പേര് പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞ് നടക്കരുത്. എന്നിട്ട് അടുത്തതോടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്നും മക്കളെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ മറക്കരുത്. അതിനർത്ഥം എന്താ? നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണെന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടാതെ ഉള്ള വെറുക്കൂത്തിനും തെറ്റായ മാർഗങ്ങളിലും സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, ദീർഘക്ഷമയില്ലാതെ, ദയയില്ലാതെ, പരോപകാരമില്ലാതെ, വിശ്വസ്തതയില്ലാതെ, സൗമ്യതയില്ലാതെ, ഇന്ദ്രിയജയമില്ലാതെ ഞാൻ ജീവിക്കരുതെന്ന്. പകരം ആത്മാവിന്റെ ഫലം നമ്മളിൽ കൊണ്ടുവരണം. അബ്രഹാമിന്റെ സന്തതിയാണെന്ന് പറയാതെ ആത്മാവിൽ നമ്മൾ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന്, ആത്മാവിന്റെ സ്വഭാവം നമ്മളിലേക്ക് വരണമെന്ന്. ഇനി അങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ലൂക്കോസ് 3:8 പറയുകയാണ്, അങ്ങനെ നിങ്ങൾക്ക് മടങ്ങി വരാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകാനും പാപങ്ങൾ ഏറ്റുപറയാനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, അടുത്ത പറയുകയാണ്, ഈ കല്ലുകളിൽ നിന്നോ മക്കളെ ഉണ്ടാക്കി അബ്രഹാമിന് കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നീക്കിക്കളയുമെന്ന്, നിങ്ങളെ പുറത്താക്കുമെന്ന്. ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, പിതാവുമായുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകാതിരിക്കണമെങ്കിൽ, കർത്താവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ പുറത്തു പോകാതിരിക്കണമെങ്കിൽ, ജീവിതത്തിൽ നീക്കേണ്ടതിനെ നീക്കി, എടുക്കേണ്ടതിനെ എടുത്ത്, സ്വഭാവത്തിൽ ദൈവത്തിന്റെ ഫലം, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. ഇല്ലെങ്കിൽ ഞാനും നീയും ഞെളിഞ്ഞിരിക്കുന്ന ഈ ഇരിപ്പിടത്തിൽ നിന്ന് ദൈവം നമ്മളെ പറിച്ചെറിയും, വെട്ടിക്കളയും. ഒരു വൃക്ഷത്തിന്റെ മൂട്ടിൽ കോടാലി വെച്ച് അതിനെ വെട്ടിക്കളയുന്നത് പോലെ, ഒരു ചെടി പിഴുതു വലിച്ചെറിയുന്നത് പോലെ, ഇന്ന് പകൽ ആത്മാവി പറയാം, നീ ആയിരിക്കുന്ന പൊസിഷനിൽ നിന്നെ വലിച്ചെറിയും ദൈവം. നിന്നെ വലിച്ചെറിഞ്ഞാൽ അവിടുന്ന് രക്ഷിക്കാൻ, നിന്നെ തിരികെ കൊണ്ടുവന്ന പൊസിഷനിൽ വെക്കാൻ ഈ ഉലകത്തിൽ ഒരു മനുഷ്യന് കഴിയത്തില്ല. ദൈവം നിന്നെ വലിച്ചെറിഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല കുഞ്ഞെ. ദൈവം നിന്നെ വെട്ടിയാൽ ആ മുറിവ് നികത്താൻ ആർക്കും കഴിയത്തില്ല. ഒരു പ്രവാചകനോ, ഒരു പള്ളിയിലച്ഛനോ, ഒരു പള്ളിയിലെ പാസ്റ്റർക്കോ നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാര് അബ്രഹാം മുതലായവർ ഉണ്ടെന്ന് പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ ഇന്ന കുടുംബത്തിലെയാണ്, ഇന്ന തറവാട്ടിലെയാണ്, ഇന്ന ഇല്ലത്തെയാണെന്ന് പറഞ്ഞ് നടക്കാതെ, നീ മാനസാന്തരത്തിനൊത്തവണ്ണം ഫലം കായിച്ച് ദൈവസന്നിധി മടങ്ങി വാ. ഇല്ലെങ്കിൽ നിന്നെ സ്വസ്ഥാനത്തുനിന്ന് പറിച്ച് കർത്താവ് കളഞ്ഞിട്ട് കല്ലുകളിൽ നിന്ന് മക്കളെ ഉണ്ടാക്കി അബ്രഹാമിന് കൊടുക്കുവാൻ കഴിയുമെന്ന്. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവാത്മാവി ഞാൻ പറയാ, ഇത് ദൈവത്തിന്റെ ദയയാൽ ലഭിക്കേണ്ട ഒന്നാണ് ആത്മാവിന്റെ ഫലങ്ങൾ. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്ക്, ജീവിതം കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്ക്. ഞാൻ ഒന്നുമില്ല എന്ന് സമർപ്പിക്ക്. ഒരുപക്ഷെ നീ താമസിക്കുന്ന ദേശത്ത് ധനികനായ ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നിനക്ക് വലിയ ബംഗ്ലാവോ വലിയ വീടോ കാണും, ഒരുപക്ഷെ നിനക്ക് അതൊന്നും കാണത്തില്ല. ഒരുപക്ഷെ ജോലി കാണും, പക്ഷെ നിങ്ങൾക്ക് ജോലി കാണത്തില്ല. ആര് തന്നെയാകട്ടെ, കുടില് മുതൽ കൊട്ടാരം വരെ പാർക്കുന്ന ജനത്തോട്, ദരിദ്രൻ മുതൽ സമ്പന്നന്മാരോട് വരെ ഇന്ന് രാവിലെ ഈ സന്ദേശം ഞാൻ കൈമാറി പറയുകയാണ്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവാന്ന് പറഞ്ഞ് നടക്കാതെ മാനസാന്തരപ്പെട്, മടങ്ങി വരിക, ആത്മാവിന്റെ ഫലം നിങ്ങൾക്ക് അയക്കുക. ഇല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതി എന്ന സ്ഥാനത്തുനിന്ന് നിന്നെ പറിച്ച് കർത്താവ് കളയും. പറിച്ചെറിഞ്ഞാൽ പിന്നെ ചെന്ന് വീഴുന്ന നിത്യ നരകത്തിലായിരിക്കും. എന്നാൽ ഈ കല്ലിൽ നിന്ന് മക്കളെ ഉണ്ടാക്കി അബ്രഹാമിന് കൊടുക്കാൻ കഴിയുന്ന ദൈവമാണ് ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കുന്നത്. തമ്പുരാന് തൻ്റെ ദയ നമ്മോടുണ്ട്. ആ ദയ തിരിച്ചറിഞ്ഞ്
ദൈവസന്നിധിയിൽ മടങ്ങി വന്ന് മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്ക്. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കുക. ഈ ശനിയാഴ്ച രാവിലെ ആത്മാവിൽ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ദൈവം നിങ്ങളെ ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. ദൈവം നിങ്ങളെ മാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും. ദൈവം നിങ്ങളുടെ തലമുറകളെ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും ദീർഘശാന്തിയോടും കൂടെ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് ചെയ്തിരിക്കും. പക്ഷെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ആത്മാവിൽ നമ്മൾ ചെയ്യണം, ആത്മാവിൽ നടക്കണം. ആത്മാവിൻ്റെ പ്രവൃത്തികൾ, ഫലങ്ങൾ നമ്മളിൽ പുറപ്പെടുവിക്കണം. ഒരു ഉറവയിൽ നിന്ന് കയ്പും ആ ഉറവയിൽ നിന്ന് മധുരവും പുറപ്പെടുവിക്കുകയില്ല. ഒന്നിൽ കയ്പായിരിക്കും, അല്ലെങ്കിൽ മധുരമായിരിക്കും. ഇന്ന് രാവിലെ ആത്മാവിൽ പറയാം, ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ പ്രവൃത്തിയും ഒരുമിച്ച് പോകുകയില്ല. ആത്മാവിന്റെ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ വിട്ടുകളയണം. ഗലാത്യലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികളുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് പ്രാർത്ഥിക്കാം. എന്താണ് ജഡത്തിന്റെ പ്രവൃത്തികൾ? ദുർനടപ്പ്, അസൂയ, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരസംഘ, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഇവയൊക്കെയും എന്താണ്? ജഡത്തിന്റെ പ്രവർത്തികളാണ്. നീ രക്ഷിക്കപ്പെട്ടിട്ട് കർത്താവിനെ അറിഞ്ഞിട്ട് കൽപ്പന അനുസരിച്ചിട്ട് ഈ വക കാര്യങ്ങളിൽ നിന്നിൽ പിന്തുടരുന്നെങ്കിൽ നീ ദൈവത്തിന്റെ മകനല്ല, നീ ദൈവത്തിന്റെ മകളല്ല. ദൈവത്തെ അറിഞ്ഞിട്ടും പള്ളിയിൽ പോയിട്ടും കൈയടിച്ചിട്ടും പാട്ടുപാടിയിട്ടും ചിലപ്പോൾ 2 അന്യഭാഷ പറയുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നിന്റെ ജീവിതത്തിൽ ജഡത്തിന്റെ പ്രവർത്തികളായിരിക്കുന്ന ദുർനടപ്പും അശുദ്ധിയും ദുഷ്കാമവും വിഗ്രഹാരാധനയും ആഭിചാരവും പകയും പിണക്കവും ജാരസംഖ്യ ക്രോധവും ശാഠ്യവും ദ്വന്ദ്വപക്ഷവും ഭിന്നതയും അസൂയയും മദ്യപാനവും നിന്നെ പിന്തുടരുന്നു എങ്കിൽ, ജഡത്തിന്റെ പ്രവൃത്തി നിന്നിൽ പിന്തുടരുന്നുവെങ്കിൽ നീ യഥാർത്ഥ ദൈവവൈതലല്ല. നിന്നെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു ദിവസമുണ്ട്. നിത്യ നരകത്തിലേക്ക് നിന്നെ എടുത്തെറിയുന്ന ഒരു ദിവസമുണ്ട്. പക്ഷെ ആത്മാവിന്റെ ഫലത്തിനകത്ത് നിങ്ങൾ നിൽക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ കുടുംബത്തിൽ ദീർഘശാന്തിയും ഐശ്വര്യവും ഉണ്ടാകും. ദീർഘശാന്തിയും ഐശ്വര്യവും ഉണ്ടാകണമെങ്കിൽ ഞാൻ ഇന്ന വീട്ടിലെ ആളാണ്, അബ്രഹാമിന്റെ സന്തതിയാണ്, അബ്രഹാം ഞങ്ങളുടെ പിതാവാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഈ കല്ലുകളിൽ നിന്ന് തലമുറ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. നീ ഇല്ലെന്ന് പറഞ്ഞ് ദൈവം നിരാശപ്പെടത്തില്ല. ഇന്ന് രാവിലെ നിന്നെ വെട്ടിക്കളയാതിരിക്കണമെങ്കിൽ, ഇങ്ങോട്ട് നോക്കിക്കേ സഹോദര, നിന്നെ ദൈവസന്നിധി നിന്ന് വെട്ടിക്കളയാതിരിക്കണമെങ്കിൽ, സഹോദരി, നിന്നെ ദൈവസന്നിധി നിന്ന് ദൈവം വെട്ടിക്കളയാതിരിക്കണമെങ്കിൽ നീ മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്ക് നല്ലൊരു വൃക്ഷമായി മാറണം, നല്ലൊരു ഫലമുള്ള വൃക്ഷമായി മാറണം, മറ്റുള്ളവർക്ക് ഞാൻ ദയ കാണിക്കുന്ന, മറ്റുള്ളവരോട് ഞാൻ ദീർഘക്ഷമ കാണിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, അവരെ കരുതുന്ന ഒരു അനുഭവത്തിലേക്ക് എനിക്ക് എത്തിച്ചേരണം എന്നാഗ്രഹിക്കുന്ന ഒരു ദൈവവേദനാണോ നീ? ഇന്ന് രാവിലെ ഈ ദൂത് പുറങ്കാല് കൊണ്ട് ചവിട്ടിക്കളയാതെ, നീ മറ്റുള്ളവരെ വിധിക്കാതെ നമ്മെ തന്നെ ഒന്ന് വിധിക്കുക. ഈ ദൂത് ഇന്നെ ആക്കാണെന്ന് പറഞ്ഞ് നീ ഷെയർ ചെയ്യാതെ ഇത് നിന്നോടുള്ള ദൂതാണെന്ന് മനസ്സിലാക്കി ഇന്ന് പകൽ ഈ ദൂതിന്റെ മുമ്പിൽ ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു നോക്ക്. എവിടെയെങ്കിലും ഫലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആ സ്ഥാനത്ത് ജഡത്തിന്റെ ഫലങ്ങളാണ് ഇരിക്കുന്നെങ്കിൽ അതിനെ മുച്ചോട് നശിപ്പിച്ചു കളഞ്ഞിട്ട് ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കൂ, കരയൂ. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. സ്വർഗം നിങ്ങളുടെ കുടുംബത്തെ ആദരിക്കും. സ്വർഗം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി വിശാലത വരുത്തും. ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ആത്മാവിന്റെ ഫലം പ്രാപിക്കാം, കർത്താവിന് വേണ്ടി ജീവിക്കാം. ദീർഘശാന്തിയും ഐശ്വര്യവും നിങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം പകരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ദീർഘശാന്തിയും ഐശ്വര്യവും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഞങ്ങൾ കർത്താവെ ആകേണ്ടതുപോലെ ആകേണ്ട കാര്യങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങളെ ഈ സന്ദേശത്തിൽ കൂടെ പഠിപ്പിച്ചതിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ ദയയാലാണ് ഞങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായതെന്നും ആ മാനസാന്തരത്തിന്റെ ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്താണെന്നും കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന വചനത്തിനായി സ്തോത്രം.
ഈ വചനം ആയിരക്കണക്കിന് ജനത്തിന് വിടുതലാകണേ. ഈ വചനം അനേകരെ ക്രിസ്തുവിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു വചനമാക്കി തീർക്കണേ. ആരുടെ മേലും ദൈവത്തിന്റെ ന്യായവിധി വരാതെ, ആമേൻ, ആ സ്ഥാനത്തുനിന്ന് ദൈവം അവരെ പറിച്ചെറിയാതെ ആ സ്ഥാനത്ത് തന്നെ അവരെ ഉറപ്പിക്കേണ്ടതിന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കാൻ, ആരാധിക്കേണ്ടത് പോലെ ആരാധിക്കാൻ നീ ഞങ്ങളെ ഒരുക്കണമേ, കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് പകൽ ഈ ജനത്തിൻ്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി ആവരിക്കട്ടെ, കൃപയാവരിക്കട്ടെ. ഇന്ന് വരെ കാണാത്തതിൽ അനുഗ്രഹങ്ങൾ ഇവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങളെ, ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഞങ്ങളെ ഓർത്തതുപോലെ ഞങ്ങളെ വീണ്ടും ഓർക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വലുതാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ടൈപ്പ് ചെയ്തിടുക. അല്ലെങ്കിൽ ഞങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എഴുതിയിടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധി സ്തോത്രം ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ ആയിരക്കണക്കിന് ജനത്തിന് വിടുതൽ കൊടുത്ത കർത്താവ് വീണ്ടും നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം ദൈവം വരുത്തും. ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ ദയയാൽ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വന്നത് നമ്മളെ ദീർഘശാന്തിക്കും ഐശ്വര്യവും നമുക്ക് നൽകാൻ വേണ്ടിയാണ്. ഈ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ഈ മിനിസ്ട്രിയെ പറ്റി നിങ്ങൾ പറയുകയും ചെയ്യണം. ദൈവം നിങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് നിങ്ങളിൽ അത്ഭുതം ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു സന്ദേശവുമായി നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.